ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ എന്ന് എപ്പോഴും ആരാധകർ പറയുന്ന ഒരു ഡയലോഗാണ്. അങ്ങനെ പറയാൻ തുടങ്ങുന്നത് പുലിമുരുകൻ എന്ന ചിത്രം മുതലായിരുന്നു. എന്നാലും മോഹൻലാൽ ചിത്രങ്ങൾക്ക് ഗംഭീരമായ ഒരു കളക്ഷൻ സൃഷ്ടിക്കാൻ കഴിയും മറ്റേത് നടന്മാരെക്കാട്ടിലും എന്നത് പലതവണയും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് മോഹൻലാൽ. പക്ഷേ മോഹൻലാലിന്റെ പുലിമുരുകന് ശേഷം എത്തിയ ഗംഭീര ബജറ്റിൽ ഗംഭീര സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ച സിനിമകൾക്കൊന്നും ആ ഒരു ഗംഭീര പോസിറ്റീവ് റിപ്പോർട്ട് സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മോഹൻലാൽ ചിത്രത്തിന് കിട്ടാൻ പോകുന്ന ഒരു ബോക്സ് ഓഫീസ് സക്സസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ എന്ന് ആരാധകർ ഈ ഡയലോഗ് വെറുതെ ഒന്നും പറയുന്നതല്ല എന്നത് നേരിന്റെ കളക്ഷൻ റെക്കോർഡുകൾ കാണിച്ചു തന്നതാണ്. മലയാളത്തിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഇന്നും മോഹൻലാൽ തന്നെയാണെന്നുള്ളത് കാണിച്ചു തന്നു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മാർക്കറ്റുകളിലും താരത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലെ കളക്ഷനിൽ മലയാളത്തിൽ ഇന്നും ഒന്നാം സ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. അത് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ. കേരളത്തിന് പുറത്ത് കളക്ഷനിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ടോവിനോ അടക്കം യുവനടന്മാർ ഒന്നിച്ച 2018 ദുൽഖറിന്റെ എക്കാലത്തെ മികച്ച ഒരു വിജയമായ ചിത്രം കുറുപ്പ് ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും 16.10 കോടി രൂപ നേടി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. മറ്റ് ഭാഷകളിലും സ്വീകാര്യതയുള്ള മലയാളി താരമായ പൃഥ്വിരാജിന് പക്ഷേ കേരളത്തിന് പുറത്ത് സോളോ നായകൻ എന്ന നിലയിൽ വലിയ നേട്ടം അവകാശപ്പെടാൻ ആവില്ല. പക്ഷേ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലുള്ള ലൂസിഫർ കേരളത്തിന് പുറത്ത് മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും 12 കോടിയിലധികം നേടി 4ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആദ്യമായി മലയാളത്തിൽ നിന്ന് 100 കോടി കടന്ന് അമ്പരപ്പിച്ച മോഹൻലാൽ ചിത്രമായ പുലിമുരുകനാണ്. 20.80 കോടിയാണ് കേരളത്തിന് പുറത്തെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നായി മുരുകൻ വേട്ടയാടി നേടിയത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലെ കളക്ഷനിൽ മലയാളത്തിൽ ഇന്നും ഒന്നാം സ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. അത് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ. ഇതുവരെയും ആ ചിത്രത്തെ മറികടക്കാൻ മറ്റൊരു ചിത്രത്തിന് സാധിച്ചില്ല. തൊട്ടു പിന്നാലെ ഉള്ളത് ടോവിനോയുടെ 2018 എന്ന ചിത്രമാണ്. മൂന്നാമത് കുറുപ്പ്, നാലാമത് ലൂസിഫർ, അഞ്ചാമത് ഒടിയൻ എന്നിങ്ങനെയാണ് ആ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ നേരി എന്ന ചിത്രം ഈ ടോപ്പ് 10 ലിസ്റ്റിലെ 8ാം സ്ഥാനത്ത് ഉണ്ട് എന്നതും കൗതുകരമായ ഒരു കാര്യമാണ്. മോഹൻലാലിന്റെ ചിത്രങ്ങളൊക്കെ പല മാർക്കറ്റുകളിലും റെക്കോർഡ് കളക്ഷനുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഇറങ്ങിയാൽ മോഹൻലാലിന് പല മാർക്കറ്റുകളിലും മോഹൻലാലിന്റെ ചിത്രങ്ങൾക്ക് ഗംഭീര കളക്ഷൻ സൃഷ്ടിക്കാൻ സാധിക്കും എന്നത് വാസ്തവം തന്നെയാണ്. അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ അങ്ങനെയുള്ള ആ ഗംഭീര ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യവും. നമ്മൾ കരുതിയിരുന്ന ഒടിയൻ, മരക്കാർ, ഇപ്പോഴിതാ മലക്കോട്ടെ വാലിബനും ഈ ചിത്രങ്ങൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ സംഭവിക്കാനിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുകയാണ്. ഇതിനൊക്കെ ഒരു ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുമായിരുന്നത്.